പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഹോട്ടൽ സ്റ്റൈലിൽ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഒന്ന് സെൻറ്ററൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്താണ്ട് അതൊന്ന് ജസ്റ്റ് അതിലൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി വലിയുള്ളിക്ക് പകരം ചീരുള്ളി, അതായത് ചെറിയുള്ളി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാണ്ട് ഒന്ന് വേവിക്കുക കേട്ടോ. അതായത് നല്ലോണം കരിഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 മതി, മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ 2 എടുത്ത് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു തക്കാളി വേവുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല അതും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സെയിം 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതൊരു 1/4 ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ടേസ്റ്റി കരട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിൻ്റെ ഇടയിൽ മുളകും പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളത് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തോ. എരിവുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നല്ലോണം ഉടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ഒക്കെ ഇട്ട് കൊടുത്തോ, ഉള്ളതിനനുസരിച്ച്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതും കൂടി വരുമ്പോൾ. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാല പൗഡേഴ്സിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് വന്നാൽ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം. എന്നിട്ട് ആ മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എത്രത്തോളം കറി വേണോ അത്രത്തോളം ഒഴിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ബൗളിൽ തന്നെ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് 2-ാം പാലോ അങ്ങനെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് തിളക്കണതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഒന്ന് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഒന്ന് 2-3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വരുമ്പോഴേക്ക് നമ്മുടെ കറി ഇതാ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഹോട്ടലിലൊക്കെ നമ്മൾ പോയാൽ കിട്ടുന്ന മുട്ടക്കറി ഉണ്ടല്ലോ, നല്ല തിക്കായിട്ട് കിട്ടുന്ന ആ ഒരു കറിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാം അടിപൊളിയായിട്ട് സൂപ്പറാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.